അതിക്രമം ഉണ്ടായാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്ന് നടി അനുമോൾ പറയുന്നു. മിണ്ടാതിരുന്നിട്ടോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല. അടി കൊടുക്കേണ്ട ഇടത്ത് അടി തന്നെ കൊടുക്കണമെന്നാണ് അനുമോൾ പറയുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അനുമോൾ. ഒരിക്കൽ ബസ്സിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അനുമോൾ തുറന്നു പറഞ്ഞു. രാത്രി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. മയക്കത്തിനിടെ ആരോ ദേഹത്ത് തൊടുന്നതുപോലെ തോന്നിയതായിരിക്കാമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ അങ്ങനെയല്ലെന്ന് മനസ്സിലായതോടെ എഴുന്നേറ്റ് നിന്ന് അയാളുടെ കരണക്കുറ്റിക്ക് ഒരടിയങ്ങ് പൊട്ടിച്ചെന്ന് നടി വെളിപ്പെടുത്തി. എന്നാൽ ബസ്സിലെ ആ കണ്ടക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യം വിട്ടുകളയാനാണ് പറഞ്ഞതെന്നാണ് അനുമോൾ പറയുന്നത്. അയാളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടണമെന്ന് താൻ വാശി പിടിച്ചു. ഒടുവിൽ അയാളെ ഇറക്കിവിട്ട ശേഷമാണ് ബസ് മുന്നോട്ട് പോയതെന്നും നടി കൂട്ടിച്ചേർത്തു. പരിപാടികളിൽ പങ്കെടുക്കാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് പോകാറുള്ളത്. ആരെങ്കിലും മോശമായി പെരുമാറിയാൽ പ്രതികരിക്കണമെന്ന് അമ്മ പറയാറുണ്ടെന്നും നടി അഭിമുഖത്തിൽ പറഞ്ഞു. ലൊക്കേഷനിലുണ്ടായ ചില ദുരനുഭവങ്ങൾ അനുമോൾ മുമ്പ് തുറന്നു പറഞ്ഞിരുന്നു. ആദ്യകാലത്ത് ഞാനും അമ്മയും കൂടിയായിരുന്നു ഷൂട്ടിന് പോകുന്നത്. ബസ്സിലാണ് ഷൂട്ടിന് വരുന്നത്. സെറ്റിലെ ആൾക്കാർ രാത്രി 11 മണിക്കും 12 മണിക്കും വരെ പിടിച്ചിരുത്തും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇതിപ്പോഴും നടക്കുന്നുണ്ട്. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു സീരിയൽ സെറ്റായിരുന്നു അത്. ഷൂട്ടിംഗ് കഴിഞ്ഞാലും വിട്ടില്ല. സെറ്റിൽ പിടിച്ചിരുത്തും. ടീയെ തരില്ല. എന്നിട്ട് രാത്രി റോഡിൽ ഇറക്കി വിട്ടിട്ട് പോകും. അന്ന് സ്റ്റാർ വാല്യൂ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. നാളെ ഒരു സമയത്ത് ഇങ്ങനെ വൈകി വിടുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരെന്ത് ചെയ്യും? ഒരിക്കൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംവിധായകൻ വലിയൊരു തെറി വിളിച്ചു. ഫുഡ് കഴിക്കാൻ വേണ്ടിയാണോ വന്നതെന്ന് പറഞ്ഞ് ഒച്ചയെടുത്തു. 2-3 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അത് കേട്ടപ്പോൾ ഒത്തിരി കരഞ്ഞു. കണ്ണീര് മുഴുവൻ ആഹാരത്തിൽ വീണു. കുറച്ചു കഴിഞ്ഞ് പുള്ളി വന്ന് എന്നോട് സോറി പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് സോറി ചോദിച്ചിട്ട് എന്ത് കാര്യം? അതോടുകൂടി സീരിയൽ അഭിനയം നിർത്തിയെന്നായിരുന്നു അനു പറഞ്ഞത്. ഇതൊരു അനുവിന്റെ മാത്രം അനുഭവമല്ല. ബസ്സിലൊക്കെ നടക്കുന്നത് ഇതിലും അപ്പുറമാണ്. ചില ആണുങ്ങളും പെണ്ണുങ്ങളും കാണിച്ചു കൂട്ടുന്നത് കണ്ടാൽ അറപ്പ് തോന്നും. അത് കണ്ട് സൂഹിക്കുന്ന ഞരമ്പ് രോഗികളുമുണ്ട്. ചില അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഞരമ്പന്മാരുടെ സ്പർശ സുഖം ആസ്വദിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ളവളുമാരാണ് ഈ ഞരമ്പന്മാർക്ക് പ്രചോദനം കൊടുക്കുന്നത്. അവരുടെ മൗനം ഇവർക്ക് പ്രചോദനം തന്നെയാണ്. അതേസമയം അവർ പ്രതികരിച്ചാൽ അതോടുകൂടി ഇവന്മാരുടെ അസുഖം മാറും.